നിങ്ങളുടെ ക്രൗഡ് പ്ലേസ് എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അമ്മയും അമ്മയുടെ മക്കളും ഒക്കെ തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞ ഒരു മാസമായിട്ട് ചൂട് പിടിച്ച് രംഗത്ത് നിൽക്കുന്ന സമയമായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ. എന്നാൽ അമ്മയും അൻസിബയും പിന്നെ ലക്ഷ്മിപ്രിയയും ഒക്കെ കടന്ന് ശ്വേതാമേനോനിലേക്കും അമ്മയുടെ രാജിയിലേക്കും ഒക്കെ അമ്മ സംഘടനയുടെ ഭാരവാഹികൾ മാറിയപ്പോൾ പുതിയ കമ്മിറ്റി രൂപീകരിച്ച് നമ്മളുടെ പുതിയ MLA ആയ പിഷാരടിയെ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിർത്തി അമ്മയിൽ ഒരു പുതിയ ഭരണസമിതി രൂപീകരിച്ച് പുതിയ തിരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞ ശേഷം അമ്മയിലുണ്ടായ ഒരു പൊട്ടിത്തെറിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ശരിക്കും കേരളത്തിലെ പുതിയ ഭരണപക്ഷമായ കോൺഗ്രസ് മുന്നണിയിലെ ഒരംഗം കൂടിയായ രമേശ് പിഷാരടിക്ക് കഴിഞ്ഞ ദിവസം പറ്റിയ പണിയാണ് 8ന്റെ പണി എന്ന് പറയുന്നത്. പിഷാരടി എന്ന പിഷു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല തൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഒരാൾ തനിക്ക് ഇങ്ങനത്തെ ഒരു പാര പണിയുമെന്ന് ജന്മത്തിൽ ചിന്തിച്ചിരുന്നില്ല. അത് നമുക്ക് ഉറപ്പിക്കാം. വർഷങ്ങളായിട്ട് അമ്മയുടെ സ്ഥാനത്തുള്ളതിൽ ഒരു നേതാവ് ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൗഢിയും പിന്നീട് സുരേഷ് ഗോപി MP ആയി കഴിഞ്ഞപ്പോഴുള്ള രാഷ്ട്രീയക്കാരൻ്റെ ആ പവറും ഒക്കെ കണ്ട പിഷു താനും ഒരു MLA ആയി കഴിഞ്ഞപ്പോൾ എന്തോ ആയി എന്ന് മനസ്സിൽ വിചാരിച്ച് അമ്മയിലെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ചെന്നുപെട്ടതാണ്. താനൊരു കോമഡിക്കാരനായതുകൊണ്ടും വർഷങ്ങളായിട്ട് പരിചയമുള്ളത് കൊണ്ടും എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടുപിടിക്കാൻ അൻസിബയെ വിളിക്കുകയും അത് പരാജയപ്പെടുകയും പിന്നെ ശ്വേതാമേനോനെ വിളിക്കുകയും ശ്വേതാമേനോനെ കൊണ്ട് സോൾവ് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത പിഷുവിന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരിക്കുന്ന ഒരു പണിയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. പിഷു ശ്വേതയെ വിളിച്ച കോള് ലീക്കാകുകയും അത് ശ്വേത മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തത് വൻ ചർച്ചാ വിഷയമാവുകയും ടിഷുവിൻ്റെ ഇമേജിനും കൂടാതെ കോൺഗ്രസിൻ്റെ ഇമേജിന് തന്നെ കോട്ടം തട്ടുന്ന രീതിയിൽ പ്രതിപക്ഷവും BJPയും ഒത്തുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണം അയച്ചുവിടുകയും ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫേസ്ബുക്ക് തുറക്കാനൊക്കത്തില്ല. പിഷുവിനെ തെറി പറഞ്ഞതുകൊണ്ടും പിഷുവിൻ്റെ കോഴിത്തരം വിവരിച്ചുകൊണ്ടുമുള്ള ആയിരക്കണക്കിന് വീഡിയോകളാണ് ഫേസ്ബുക്കിനകത്ത് മുഴുവനുള്ളത്. ഇതിൻ്റെ സൈഡിൽ ഞാൻ 1-2 പോസ്റ്റുകൾ ഇതോടൊപ്പം പിൻ ചെയ്യുകയാണ്. ഇത്ര ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് പിഷുവിനെ ചീത്ത വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത്. അത് ഒരു പരിധിവരെ പ്രതിപക്ഷത്തിൻ്റെ പണിയാണെന്ന് നമുക്ക് കരുതാം. എന്നിരുന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതാമേനോൻ പിഷുവിനെ ചതിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം അവർ വർഷങ്ങളായിട്ടുള്ളൊരു സഹപ്രവർത്തകരും കൂടാതെ തന്നെ ശ്വേതാമേനോനുമായിട്ട് പിഷാരടി പല സ്റ്റേജുകളിലും വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അങ്ങനെ ഒരു പിഷാരടിയാണ് ശ്വേതാമേനോൻ പണി കൊടുത്ത് പറ്റിച്ചിരിക്കുന്നത്. ശ്വേതാമേനോനും പിഷാരടിയും തമ്മിൽ കൂടി ലീക്കായ ഈ ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ നിങ്ങളുടെ ക്രൗഡ് പ്ലേസ് എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമില്ല. പിഷു എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്, അതായത് പിഷാരടി എന്നുള്ളതിനെ ചുരുക്കിയാണ് ഈ പിഷു എന്ന് പറയുന്നത്. ശ്വേതാമേനോനും പിഷു എന്നാണ് സംബോധന ചെയ്യുന്നത്. അവർ തമ്മിൽ അത്ര ഫ്രീ ആയിട്ട് ഇടപെടുന്ന 2 വ്യക്തികളാണ്. സ്വാഭാവികമായിട്ടും കൊച്ചു പിള്ളേരോ അല്ലാതെ കണ്ടു പരിചയമുള്ള സ്ത്രീകളോ ഒന്നും അല്ല. അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നവരും ഒരുമിച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങളിലായാലും അമ്മയുടെ ഫംഗ്ഷനുകളിലായാലും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നവരാണ്. അവർ തമ്മിൽ നോർമലായിട്ട് ഏജ്ഡായിട്ടുള്ള 2 പേരാണ്. അവർ തമ്മിൽ അങ്ങനെ തമാശ രീതിയിൽ സംസാരിച്ച ഒരു സംസാരം മാത്രമാണ്. പിഷാരടിയെ ന്യായീകരിക്കുന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ശ്വേതാമേനോൻ കാണിച്ച ഏത് തരമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആ ഒരു പണിയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം പിഷാരടി അതിനകത്ത് മരുന്നിൻ്റെ പരിപാടിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ ഈ സംഭാഷണത്തിൽ ഉടനീളം പറയുന്നതായിട്ട് ഇതിൻ്റെ മുഴുവൻ സംഭാഷണവും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പല രീതിയിലുള്ള ടാക്സ് വെട്ടിയിലും ഒക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് പിഷാരടി പറയുമ്പോൾ അതിനെയൊക്കെ കവർ ചെയ്യാൻ ശ്വേതാമേനോൻ ശ്രമിക്കുന്നതും പക്ഷേ അവസാനം പിഷുവിനെ തന്നെ ആയുധമാക്കിക്കൊണ്ട്
തൻ്റെ കള്ളത്തരങ്ങൾ മറയ്ക്കാനുമാണ് ശ്വേത ശ്രമിച്ചതെന്ന് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ പ്രതിപക്ഷവും മറ്റ് സംഘടനകളുമൊക്കെ വിഷുവിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് ഈ ലീക്കായ സംഭാഷണത്തിനെ എടുത്തിട്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും നാളേറി കയറാത്ത വിഷു മനസ്സറിയാതെ ഒരു MLA ആയി കഴിഞ്ഞതിൻ്റെ പുറകിൽ തന്നെ ഏറിയിൽ കയറിയിരിക്കുകയാണ് നിലവിൽ. അപ്പോൾ ഞാൻ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് നിറച്ചിത് കിടക്കുമ്പോഴും ശ്വേതാമേനോൻ്റെ ഈ വൃത്തികെട്ട പരിപാടിയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് കണ്ടു. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ എന്ന പേരിൽ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കായി വായിക്കാം. ഇതിനകത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായ വിവരം പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ തൃശ്ശൂർക്കാർ എന്ന പോസ്റ്റിൽ കണ്ട ഈ ലെറ്റർ ഞാൻ നിങ്ങൾക്കായി വായിക്കുകയാണ്. എനിക്ക് ഒരൊറ്റ തന്തയേ ഉള്ളൂ. ഞാൻ ഇതൊന്നും പുറത്തു പറയില്ല. ശ്വേതാമേനോൻ. ഇന്നലെ പുറത്തു വന്ന ശ്വേതാമേനോനും രമേഷ് പിഷാരടിയും തമ്മിലുള്ള സ്വകാര്യ ഫോൺ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് രമേഷ് പിഷാരടി ശ്വേതയോട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ശ്വേത ഇപ്പോൾ പുറത്തു പറയണ്ട. ഉടൻ തന്നെ അഡോക് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇത് മീഡിയയോടോ മറ്റു മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോട് പോലും പറഞ്ഞാൽ മതി. ഇതിന് ശ്വേത കൊടുത്ത മറുപടിയാണ് ഞാനിവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്കൊരു ഒറ്റ തന്തയേ ഉള്ളൂ, താനിത് പുറത്ത് പറയില്ല എന്ന്. ശ്വേത പുറത്ത് പറഞ്ഞില്ല. പക്ഷേ ഈ ശബ്ദരേഖ തന്നെ മുഴുവനായിട്ടും മാധ്യമങ്ങൾക്ക് നൽകി പുറത്തു വിട്ടു. അത് റെക്കോർഡ് ചെയ്തതും പുറത്തു വിട്ടതും ശ്വേതാമേനോൻ തന്നെയാണ് എന്നത് 10 പൈസയുടെ കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും കണ്ണും പൂട്ടി 150% ഉറപ്പിക്കാം. ഈ സംഭാഷണത്തിൽ ശ്വേതയുടെ ശബ്ദം നല്ല മുത്തുമണി പോലെയും രമേഷ് പിഷാരടിയുടെ ശബ്ദം നിരവധി തവണ റേഞ്ച് പ്രശ്നം കാരണം മുറിയുകയും ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തത് രമേഷ് പിഷാരടി ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയാവില്ലായിരുന്നു റെക്കോർഡാകുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഹൗ മെനി തന്താസ് ഡു യു ഹാവ് ഡിയർ അമ്മ പ്രസിഡന്റ് ശ്വേതാമേനോൻ? ഐ വാണ്ട് കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ സൺറൈസ്. ഒരു ദിവസം രാവിലെ വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മുൻപിലും പ്രഖ്യാപിക്കുക, ഞാൻ അമ്മ പ്രസിഡന്റ് സ്ഥാനവും അമ്മ സംഘടനയിൽ നിന്നുള്ള എൻ്റെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചിരിക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് പറയുക, അയ്യേ ഞാൻ എല്ലാവരെയും പറ്റിച്ച്, ഞാൻ ശരിക്കും രാജി ഇമെയിലിൽ അയച്ചില്ലേ എന്ന്. ഐ ആം വെരി സീരിയസ് ശ്വേത, ഐ വാണ്ട് കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ സൺറൈസ്. ഇത് ഈ പുള്ളി തന്നെ എഴുതിയിരിക്കുന്ന വരികളാണ്. മുൻപിൽ കണ്ട കോമാളിത്തരത്തിനോട്, അത് അർഹിക്കുന്ന കോമാളിത്തരത്തിനോട് തന്നെ പ്രതികരിക്കുന്നു. ഇതിനപ്പുറം ഇപ്പോൾ അമ്മ സംഘടനയിൽ നടക്കുന്ന തമ്മിത്തല്ലിനോടോ ചെളിവാരി എറിയലിനോടോ ചേരിതിരിഞ്ഞുള്ള തുണ്ടുകഥകളുടെ പ്രചരണങ്ങളോടോ ലവലേശം താല്പര്യമില്ലാത്ത ഒരു സാധാരണ വഴിപോക്കൻ. അത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ ഞാനെന്ന സാധാരണ പൗരൻ. ഇതാണ് ഈ കുറിപ്പിൻ്റെ വരികൾ. 9 വർഷം മുമ്പ് ആ സംഘടനയിലെ ഒരംഗം ആയിരുന്ന പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ മുഖ്യ ഗൂഢാലോചകനെന്നും പോലീസും പ്രോസിക്യൂഷനും കണ്ടെത്തിയ അതേ സംഘടനയിലെ തന്നെ മുടിചൂടാ മന്നനായിരുന്ന നടൻ ദിലീപ് തന്നെയായിരുന്നു. അവളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, പക്ഷേ അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് കഞ്ചാവ് അടിച്ച് കിഞ്ചായ നിലപാടാണ് അന്ന് അമ്മ സംഘടന സ്വീകരിച്ചത്. തനിക്കെതിരെ ഉണ്ടായ അതിക്രൂരമായ ക്രിമിനൽ കുറ്റത്തിന് ശേഷവും താൻ കൂടി ഭാഗമായ തൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന ഈ സംഘടന തന്നോട് കാണിക്കുന്ന നീതികേടുകളോട് പ്രതിഷേധിച്ച് ആ കേസിലെ അതിജീവിതയായ പെൺകുട്ടി ആ സംഘടനയിൽ നിന്നും രാജിവെച്ചു. അതിനെതിരെ ആദ്യം സംഘടനയുടെ ഉള്ളിൽ നിന്ന് പോരാടിയ 4 സ്ത്രീകൾ പിന്നെ ഇതേ കാര്യത്തിൽ തന്നെ പ്രതിഷേധമായി അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി അവിടെ നിന്നും രാജിവെച്ചു. ആ അതിജീവിതയെയും ആ പ്രതിഷേധം രാജിവെച്ച 4 സ്ത്രീകളെയും അമ്മ എന്ന സംഘടനയിലേക്ക് ഔദ്യോഗികമായി തിരിച്ചു വിളിക്കാമോ എന്ന് അന്നത്തെ പ്രസിഡന്റ് ആയ ശ്രീ മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ, ഇതൊരു സംഘടനയല്ലേ മോനെ, ആ അതിജീവിതയ്ക്കോ ആ പുറത്തുപോയ സ്ത്രീകൾക്കോ തിരിച്ച് അമ്മ സംഘടനയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ ഒരു അപേക്ഷ തരട്ടെ, അപ്പോൾ ഞങ്ങൾ പരിഗണിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ശ്രീ മോഹൻലാൽ തന്നെ അഭിനയിച്ച ഒരു സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന കഥാപാത്രം പറഞ്ഞ് അതല്ലേ ഹീറോയിസം എന്ന ഡയലോഗിനെ അനുസ്മരിപ്പിച്ച ഒരു ഭയങ്കരമായ നിലപാടായിരുന്നു അത്. അന്ന് തീർന്നു, അന്ന് അസ്തമിച്ചു ശരാശരി മലയാളിയുടെ മനസ്സിലെ അമ്മ എന്ന സംഘടനയുടെ സ്ഥാനത്തിൻ്റെ അവസാന വറ്റ്. മോഹൻലാലിൻ്റെ അതേ നിലപാട് തന്നെയാണ് ശ്വേതാമേനോനും സ്വീകരിച്ചത്. ഇന്ന് പരസ്പരം ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നവർ ആരും ആ അതിജീവിത ഇനി നമ്മളുടെ മുന്നിൽ വന്ന് അപേക്ഷ തരണം എന്ന് പറയുന്ന മൂരാച്ചിത്തരമാണ്.
നമ്മൾ അത് ഔദ്യോഗികമായി പോയി പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരേണ്ടതാണ് എന്ന് സംഘടനയ്ക്കുള്ളിലോ അതിന് പുറത്തോ ഈ ശ്വേതാമേനോനോ ലക്ഷ്മിപ്രിയയോ കുക്കു പരമേശ്വരനോ അൻസിബാസനോ മാള പാർവതിയോ വാദിക്കുന്നതോ പ്രതിഷേധിക്കുന്നതോ സമരം ചെയ്യുന്നതോ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതോ കേരളത്തിൽ ആരും കണ്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ചേരിപ്പോര് ഒരു പക്ഷം ചേരാൻ എനിക്ക് താല്പര്യവും സൗകര്യവുമില്ല. ഒന്ന് മാത്രം, അമ്മ എന്ന സംഘടനയിലെ എല്ലാ അംഗങ്ങളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് മലയാള സിനിമ എന്ന മഹത്തായ കലാകൂട്ടായ്മ, മഹത്തായ ഒരു വ്യവസായത്തെ തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ വെച്ച് അപമാനിച്ച് പരിഹാസ്യമാക്കുക എന്നതാണ്. മലയാള സിനിമ എന്ന നാമത്തിൽ ഇന്ന് ലോകത്തിന് മുന്നിലുള്ള അന്തസ്സും ബഹുമാനവും നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മുൻപ് ജീവിച്ചു മരിച്ച നിരവധി കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും കൂടി ചേർന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെടുത്താണ്. മലയാള സിനിമ എന്ന മഹത്തായ സൽപ്പേരിന് മുഖത്ത് കറക്കിച്ച് തുപ്പുകയാണ് കേരളത്തിലെ എക്കാലത്തെയും വലിയ തരസംഘടനയായ അമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഈ വൃത്തികേട് എല്ലാവരും ചേർന്ന് ഉടനടി അവസാനിപ്പിക്കും. അവസാനമായി അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തോട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ചേട്ടൻ കഥാപാത്രം പറഞ്ഞ പോലെ ഒരു ഡയലോഗ് മാത്രമേ എനിക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളൂ. നമ്മൾ ഇതിലില്ല, നമ്മൾ മാറി എന്ന് കളി കണ്ടാൽ മതി. അവർ എന്തെങ്കിലും പണ്ടാരം അടങ്ങട്ടെ. നന്ദി, നമസ്കാരം, ആനന്ദം. ഇത്ര നീളത്തിലുള്ള ഈ കുറിപ്പ് വായിച്ച് തീരാൻ തന്നെ ഒരു സമയം എടുക്കുകയാണ്. എന്നിരുന്നാലും ഈ ശ്വേതാമേനോൻ ചെയ്ത പരിപാടിയോട് നമുക്ക് ഒരു വിധത്തിലും ന്യായീകരിക്കാനൊക്കത്തില്ല. രാഷ്ട്രീയ താല്പര്യത്തിന് രാഷ്ട്രീയക്കാരനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, പക്ഷേ കൂട്ടത്തിൽ നടക്കുന്നവനെ ഒറ്റിയ ശ്വേതാമേനോൻ എന്നൊക്കെ പറഞ്ഞ സ്ത്രീ രത്നത്തിന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കൂടി കഴിയില്ല. ശ്വേതാമേനോനെ വളയ്ക്കാനോ വേറെ എന്തിനോ ആണ് പിശാരടി ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനൊക്കത്തില്ല. അവർ തമ്മിൽ അത്ര സുഹൃത്തുക്കളാണ്. ആ രീതിയിൽ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത് തെറ്റായിരിക്കാം. എന്നാലും ഇത് പബ്ലിക്കിൽ ഇട്ടുകൊടുത്ത്, അതും ഒരു MLA ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടി ഒരു മാസം തികയുന്നതിന് മുമ്പ് അയാളെ മനഃപൂർവ്വം ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഈ പരിപാടി ശ്വേതാമേനോനല്ല ആര് ചെയ്താലും അതിന് തന്തയില്ലായിക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.